ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഇൻഡോ ചൈനീസ് നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കാന്ന് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലൊക്കെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ടൈപ്പ് നൂഡിൽസ് കേട്ടോ. അപ്പോൾ ഇതിന് മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ നൂഡിൽസിൻ്റെ കുക്കിംഗ് ആണ് കേട്ടോ. അത് ഓവർ കുക്കാവാൻ പാടില്ല. ഇത് നോക്കി എല്ലാം ഈ നൂഡിൽസ് ഒക്കെ ഉണ്ടോ ഒക്കെ വിട്ട് വരുന്നില്ലേ. ഇങ്ങനെ വേണം നമുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ കിട്ടാൻ. ഇന്ന് ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കണേന്നാട്ട് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. നമുക്ക് ഇൻഡോ ചൈനീസ് നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നൂഡിൽസ് ഇങ്ങനെ ഇത്തിരി കനമുള്ള ടൈപ്പ് നൂഡിൽസ് ആട്ടോ, ഇത്തിരി തിക്കായിട്ടുള്ള നൂഡിൽസ്. നമ്മുടെ 2 മിനിറ്റ് മാഗി നൂഡിൽസ് നമ്മൾ ഇതിന് ഉപയോഗിക്കാറില്ല കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന ബ്രാൻഡ് ഇതാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഈ നൂഡിൽസിൻ്റെ പ്രിപ്പറേഷനിൽ നമുക്ക് മെയിൻ വേണ്ട സോസുകൾ സോയാ സോസ്, ഡാർക്ക് സോയ വേണമെങ്കിൽ ഡാർക്ക് സോയ ഉപയോഗിച്ചോ, സോയാ സോസ്, ചില്ലി സോസ്, ഇത് പിന്നെ ഇച്ചിരി കെച്ചപ്പ് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന കേട്ടോ, ഇത്തിരി കെച്ചപ്പ്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒയാസ്റ്റർ സോസ്. ഒന്നിനെ ഒയസ്റ്റർ സോസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഫിഷ് സോസ് ഉപയോഗിക്കുക. ഒരുവിധം എല്ലാ ചൈനീസ് ഡിഷസിനും അവർ ഇച്ചിരി ഈ ഒയാസ്റ്റർ സോസ് അല്ലെങ്കിൽ ഫിഷ് സോസ് ഉപയോഗിക്കുക. ഇതിന് വേണ്ടി കട്ട് ചെയ്യുന്ന എല്ലാ വെജിറ്റബിൾസും നമുക്ക് നീളത്തിലാട്ടോ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കുറച്ച് ക്യാബേജ്, ഗ്രീൻ ക്യാബേജ് തിന്നായിട്ട് ഞാൻ സ്ലൈസ് ചെയ്തെടുത്തേക്കുന്നതാണ്. ഗ്രീൻ ക്യാബേജ്, ക്യാപ്സിക്കം, നിങ്ങളുടെ ഏതൊക്കെ കളറുണ്ട് ക്യാപ്സിക്കം അതൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇത് ബീൻസ് ആണ്, ഇത് ക്യാരറ്റ്, ഗ്രീൻ ഓണിയൻ്റെ ആ വൈറ്റ് പാർട്ടും ഗ്രീൻ ഓണിയൻ്റെ ഗ്രീൻ പാർട്ടും. നൂഡിൽസ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ നൂഡിൽസ് കുക്ക് ചെയ്യാൻ വെച്ചേക്കുന്ന വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കുക. അത് ഈ നൂഡിൽസ് സ്റ്റിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ചേർക്കണേ. അതിലേക്ക് തന്നെ നമുക്ക് 1 ടീസ്പൂൺ സോൾട്ടും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ 1 മിനിറ്റൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ഈ നൂഡിൽസൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈവൻലി കുക്കായി കിട്ടാനാട്ടോ അങ്ങനെ ചെയ്യണേ. നമ്മൾ ആ നൂഡിലൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കറക്റ്റ് ചെറിയൊരു വൈറ്റ് കുത്ത് മാത്രം, ഏറ്റവും ചെറിയ കുത്ത് മാത്രമേ കാണാൻ പാടുള്ളൂ. അപ്പോഴേക്കും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, കാരണം ഇനി പെട്ടെന്ന് അങ്ങ് കുക്കായി വരും. അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല തണുത്ത വെള്ളം ഇതിൻ്റെ മേലക്കൂടെ ഒഴിക്കട്ടെ. നല്ലോണം തണുത്ത വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ കുക്കിംഗ് അവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പായി. ഇനി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് ഓവർ കുക്കായി വരും. അപ്പോൾ ഇവിടെ വെച്ച് നമുക്കങ്ങ് സ്റ്റോപ്പ് ചെയ്യണം കുക്കിംഗ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ തലേ ദിവസം അല്ലെങ്കിൽ കുറേ നേരം മുമ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും നന്നായി തണുത്തിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ ചെയ്തിട്ട് ഒരു ഐസ് ഇട്ട് വെച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വെള്ളം വാലാൻ വെക്കണം. ആ സമയത്ത് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതൊട്ടും സ്റ്റിക്ക് ചെയ്യാതിരിക്കും. ഇനി ഇവിടെ കുറച്ച് ചിക്കൻ തൈസ് ഞാനിവിടെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് കണ്ട വലിയ കനയില്ലാതെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്, സ്ലൈസ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇത് ചിക്കൻ്റെ തൈസാണ്. ചിക്കൻ്റെ തൈസ് കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല അതിൽ ഇത്തിരി ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് മീറ്റ് ആയിട്ട് വരും. അത് ഞാൻ വെറും സോയാ സോസ് മാത്രം ഒഴിച്ച് മാരിനേറ്റ് ചെയ്തേക്കണേ. കാരണം അത്യാവശ്യം സോൾട്ട് നമ്മുടെ സോയാ സോസിന് കിട്ടും. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു പാനിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആ ചിക്കൻ്റെ പീസസ് അങ്ങനെ നിരത്തി വെക്കുക. കാരണം നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏത് നേരം തിരിച്ച് മറിച്ച് ഇടരുത് കേട്ടോ. ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ ആ സൈഡ് അങ്ങ് ബ്രൗൺ ആവട്ടെ, എന്നിട്ട് മാത്രം നമ്മൾ തിരിച്ചിടാൻ പാടുള്ളൂ. അപ്പോൾ ആകെ നമ്മൾ ഒരു പ്രാവശ്യം തിരിച്ചിടണുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താലാണ് നമ്മുടെ ചിക്കൻ്റെ മീറ്റൊക്കെ നല്ല ടെൻഡറായിട്ട് ഇരിക്കുകയുള്ളൂ. ഇത് ബോൺലെസ് ചിക്കൻ തൈസ് ആയതുകൊണ്ട് തന്നെ ഒരു 5-8 മിനിറ്റൊക്കെ എടുക്കുകയുള്ളൂ 2 സൈഡ് നമുക്ക് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുക്കായി നോക്കുന്നത് ഏതെങ്കിലും സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ആ ചിക്കൻ്റെ ഏറ്റവും തിക്നെസ് കൂടുതലുള്ള പോർഷൻ ഉണ്ടല്ലോ അവിടെ നമ്മളൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കുക്കായി നടത്തും. പിന്നെ നമ്മൾ ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട, മീറ്റ് വെറുതെ ഡ്രൈ ആയി പോവുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഗാർലിക്ക് സോട്ട് ചെയ്തെടുക്കും. അപ്പോഴാണ് ലോ ഫ്ലെയിമിൽ കിടക്കുമ്പോഴാണ് ഗാർലിക്കിൻ്റെ ഫ്ലേവറൊക്കെ ഓയിലിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിൽ ഇടുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഗ്രീൻ ഓണിയൻ്റെ ഈ വൈറ്റ് പാർട്ടും കുക്ക് ചെയ്യും. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷമാണ് ബീൻസ് ഇടും. ബീൻസ് ഒന്ന് സോട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് കുക്കായി മതിയിട്ട് ചെറുതായിട്ടൊന്ന് സോട്ടായി വരുമ്പോഴേക്കും ക്യാരറ്റ് ഇടും. ക്യാരറ്റ് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി വന്നാൽ മതി. ക്രിസ്പ് പോവായിരുന്നു വെജിറ്റബിൾസിൻ്റെ. പിന്നെ ക്യാപ്സിക്കം ഏറ്റവും അവസാനം മാത്രമേ ക്യാബേജ് ഇടാൻ പോണേ കേട്ടോ. ചിക്കൻ കുക്ക് ചെയ്തെടുത്ത സെയിം പാനിൽ തന്നെ ഞാൻ ആദ്യം ഗാർലിക് ഇടും. ഗാർലിക് ഒന്ന് മൊരിഞ്ഞ് തുടങ്ങുമ്പോഴാണ് ഗ്രീൻ ഓണിയൻ്റെ ആ വൈറ്റ് പോർഷൻ ഇടുന്നത്. ഈ 2 സാധനം കുക്ക് ചെയ്യുമ്പോൾ ചെറിയ തീയിലിട്ടാൽ മതി കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹൈ ഫ്ലെയിമിലിടും.
ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ വെജിറ്റബിൾസ് സോട്ട് ചെയ്തെടുക്കണേ. ഇപ്പോൾ ചൂട് കുറവാണെങ്കിൽ ഈ വെജിറ്റബിൾസിൻ്റെ അകത്തുനിന്ന് വെള്ളം പുറത്തേക്ക് ഇങ്ങനെ വരും. അപ്പോൾ അത് സോഗിയായി വരും വെജിറ്റബിൾസ്. എല്ലാ ചൈനീസ് ഡിഷിലും വെജിറ്റബിൾസൊക്കെ നല്ല ക്രിസ്പായിരിക്കും. വെജിറ്റബിൾസ് ആഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നേരം കുക്കിങ്ങിന് ആവശ്യമുള്ളതാണ് ആദ്യം ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ബീൻസാണ് ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി തിന്നായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത ബീൻസാണ് മേടിച്ചത്, അതുകൊണ്ടാണ് ഇത്രയും തിക്നെസ്. അപ്പോൾ ബീൻസ് ആദ്യം ആഡ് ചെയ്യുക. ബീൻസ് ഒന്ന് സോട്ടായി തുടങ്ങുമ്പോൾ നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം. ക്യാരറ്റ് ആഡ് ചെയ്ത് അതൊന്ന് സോട്ടായി വരുമ്പോൾ നമ്മളൊന്ന് നോക്കണം, ക്യാരറ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കുക. കട്ടായി വരുന്നുണ്ടെങ്കിൽ അത് ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. പിന്നെ അടുത്തത് ക്യാപ്സിക്കം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം മാത്രമാണ് നമ്മൾ ക്യാബേജ് ഇടണേ. കാരണം ക്യാബേജിന് വലിയ കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റീം കൊണ്ടാൽ മതി, അപ്പോഴേക്കും അത് കറക്റ്റ് കുക്കായി കിട്ടും. ബീൻസ് ചേർത്തതിന് ശേഷം ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും സോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് സോൾട്ട് നോക്കിക്കോളൂ. അപ്പോൾ സോൾട്ട് തീരെ കുറവാണെങ്കിൽ മാത്രം പൊടിക്കും കൂടി ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ബാക്കി നൂഡിൽസ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അത് ആ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഇതൊക്കെ മിക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ചെയ്യാൻ കേട്ടോ. ആ സെയിം പാനിലേക്ക് ഞാൻ 2 മുട്ട കൊത്തി പൊട്ടിച്ചൊഴിച്ചു. ഇനി ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സോയാ സോസ് ആട്ടോ ചേർത്ത് കൊടുക്കണം മുട്ടയിലേക്ക്. അതിൻ്റെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. സോട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും നൂഡിൽസും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തത് 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ കെച്ചപ്പും 1 ടീസ്പൂൺ ഓയസ്റ്റർ സോസും 2 ടീസ്പൂൺ ചില്ലി സോസാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഇപ്പം നമ്മുടെ ന്യൂഡിൽസിന് ഇത്രയും റെഡിഷ് കളർ വേണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറച്ചും കൂടി വൈറ്റ് കളറാണ് നിങ്ങളുടെ ന്യൂഡിൽസ് നിങ്ങൾ പ്രിഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഗ്രീൻ കളറുള്ള ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ചില്ലി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത് സോൾട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സോയാ സോസ് കൂടുതൽ ഒഴിച്ച് കൊടുത്ത് നമുക്ക് സോൾട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ നൂഡിൽസ് വേറൊരു പാത്രത്തേക്ക് മാറ്റണം. ചൂടുള്ള അതേ പാനിൽ തന്നെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ നൂഡിൽസ് ഭയങ്കര ഡ്രൈ ആയി പോകും. നല്ല ടേസ്റ്റാണ് ഈ നൂഡിൽസ്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലെ അതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നൂഡിൽസ് ആട്ടോ. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എന്നെ അറിയിച്ചോളൂ. നിങ്ങൾക്ക് പറ്റണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.